ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് തേങ്ങ അരച്ചൊരു ഞണ്ട് കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ പച്ചമുളക് 4ആയി കീറി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ ഒരു 10 ചെറിയുള്ളി. പിന്നെ നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തില് കുറച്ച് പുളി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഈ ചെറിയുള്ളി, നമ്മുടെ തേങ്ങയും മറ്റു പൊടികളും പിന്നെ പുളി എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ബാക്കി വന്ന അരപ്പിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബൗള് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളൊന്ന് തുറന്ന് നോക്കി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മുടെ ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പുമായിട്ടെല്ലാം യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ഞണ്ട് വേകാൻ അധികം സമയം വരുന്നില്ല കേട്ടോ. അപ്പൊ നമുക്കിത് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 15 to 25 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ ഞണ്ട് വേകാനുള്ള സമയം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കിയപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ഗ്രേവി ഒക്കെ ആണെങ്കിലും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് ചേർക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് നമ്മുടെ ഞണ്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കറിയിലേക്ക് താളിച്ച കടുക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കടുകെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.
ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ഞണ്ടുകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ഈ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം മുന്നോട്ടും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി നമുക്ക് കാണാം. പുതിയ പുതിയ റെസിപ്പികളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി നമുക്ക് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. താങ്ക് യു.